പുതിയ KPC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 പേരുകൾ പരിഗണനയിൽ. കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ജോസഫ് വാഴക്കൻ എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. അതേസമയം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട AICC നേതൃത്വവുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഡൽഹിയിലേക്ക് പോവുകയും ചെയ്യും. അലക്സ് സറാം മുഹമ്മദ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നു. അലക്സ്, ഈ 3 പേരിൽ ആരുടെയെങ്കിലും പേരിന് ഇപ്പോൾ ഒരു മുൻതൂക്കം എന്ന് പറയാൻ കഴിയുമോ? ഹാഷ്മി, UDF സർക്കാർ അധികാരത്തിലേറ്റു. VD സതീശൻ മുഖ്യമന്ത്രിയായി. ഇനി പ്രധാനപ്പെട്ട കാര്യം KPCC പുനഃസംഘടനയാണ്. കോൺഗ്രസ് പുനഃസംഘടനയിലേക്ക് കടക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ വൈകുന്നേരം 7:30 മണിക്ക് ഡൽഹിയിലേക്ക് തിരിക്കുകയാണ്. അദ്ദേഹം പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, ഒപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹം കാണുന്നുണ്ട്. മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ സന്ദർശനമാണ്. പ്രത്യേകിച്ച് ഈ AICCയിലെ പ്രധാനപ്പെട്ട ഉന്നത നേതാക്കളെ അദ്ദേഹം കാണുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ പുനഃസംഘടന ചർച്ചയാകും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് സണ്ണി ജോസഫ് മന്ത്രിയായ സ്ഥിതിക്ക് KPCC അധ്യക്ഷന് മാറ്റമുണ്ടാകണം. 3 പേരുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ 4മതൊരു പേരിന് കൂടി മുൻതൂക്കമുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അത് ബെന്നി ബെഹനാനും ജോസഫ് വാഴക്കനും കൊടിക്കുന്നിൽ സുരേഷിനും ഒപ്പം മാത്യു കുഴൽനാടന്റെ പേരാണ്. അത് പല വിഭാഗങ്ങളായി ഈ പേരുകൾ ഉയർന്നു കേൾക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. KC പക്ഷമാണ് മാത്യു കുഴൽനാടനായി വാദിക്കുന്നത്. ഒപ്പം കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിന്റെ ക്ലെയിം AICC നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ കണ്ടിട്ടുണ്ട്. പല തവണ ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തഴയപ്പെട്ട ആളാണ് താൻ എന്നാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ ക്ലെയിം. സ്വാഭാവികമായി അദ്ദേഹത്തെയും പരിഗണിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പേര് ബെന്നി ബെഹനാന്റേതാണ്. നേരത്തെ ഈ മുഖ്യമന്ത്രി തർക്കം മുറുകുന്ന വേളയിൽ ബെന്നി ബെഹനാൻ KPCC അധ്യക്ഷനായി വരും എന്നൊരു ശ്രുതി ഉയർന്നിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം A ഗ്രൂപ്പിന്റെ പിന്തുണ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് മുമ്പ് ആർജിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ സ്വാഭാവികമായി A ഗ്രൂപ്പിന് KPCC അധ്യക്ഷ സ്ഥാനം ലഭിക്കുകയും ബെന്നി ബെഹനാൻ അവിടേക്ക് എത്തുകയും എന്ന് കരുതപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിൽ എത്തിയില്ല. സ്വാഭാവികമായി ബെന്നി ബെഹനാന്റെ പേര് അവിടെ പരുങ്ങലിലാകുന്നു. ഒപ്പം പക്ഷേ A ഗ്രൂപ്പ് ഇപ്പോഴും ബെന്നി ബെഹനാനായി ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ MP മാർ MLA മാർ തുടങ്ങി തിരഞ്ഞെടുക്കപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവർ KPCC അധ്യക്ഷ പദത്തിലേക്ക് എത്തരുത്, അവരെ പരിഗണിക്കരുത് എന്ന ആവശ്യമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അദ്ദേഹം അതിനുവേണ്ടി മുന്നോട്ട് വെക്കുന്ന പേര് കൂടിയാണ് ജോസഫ് വാഴക്കൻ്റേത്. അത് രമേശ് ചെന്നിത്തല നോമിനിയായ ജോസഫ് വാഴക്കനും വരുമോ എന്നുള്ള കാര്യവും പ്രധാനപ്പെട്ട കാര്യം. ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് മാത്രമല്ല പുനഃസംഘടന വേണ്ടിവരിക, അല്ലെങ്കിൽ പുതിയ ആളെ വേണ്ടിവരിക, DCC അധ്യക്ഷന്മാരുടെ സ്ഥാനത്തേക്ക് വേണ്ടിവരും. ഒപ്പം KPCC സെക്രട്ടറി പദങ്ങൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. KPCC സെക്രട്ടറിമാരെ കണ്ടെത്തേണ്ടതുണ്ട്. 7 DCC അധ്യക്ഷന്മാരാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതിൽ പാലക്കാടും ഒപ്പം പത്തനംതിട്ട DCC അധ്യക്ഷന്മാർ ഒഴികെയുള്ള DCC അധ്യക്ഷന്മാർ അതാത് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് ജയിക്കുകയും ചെയ്തു. സ്വാഭാവികമായി അവരെയൊക്കെ മാറി അവിടെയൊക്കെ പുതിയ DCC അധ്യക്ഷന്മാർ വരണം. ആ DCCകളിലും തങ്ങളുടെ ശക്തി ഉറപ്പിക്കാനാണ് KC വിഭാഗം നിലവിൽ കരുതുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ തരത്തിലാണ് കോൺഗ്രസിന്റെ പുനഃസംഘടന മുന്നോട്ട് പോകുന്നത്. N ശക്തൻ, അതായത് തിരുവനന്തപുരത്തെ നിലവിലെ ചുമതലയുള്ള DCC അധ്യക്ഷൻ N ശക്തൻ ആവശ്യപ്പെട്ടത് പെട്ടെന്ന് തന്നെ പുതിയ DCC ഭാരവാഹിയെ കണ്ടെത്തണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തു. DCCകളും KPCCയുടെ പല പദവികളും ഇപ്പോൾ നാഥനില്ലാത്ത അവസ്ഥയിലാണെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും പുനഃസംഘടനയിലേക്ക് കടക്കുന്നു. അതിൽ ആദ്യപടിയായി VD സതീശൻ ഡൽഹിയിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ 3 പേരിൽ ആരാണ് KCയുടെ പേരുകാരൻ? ഈ 3 പേരിൽ KCയുടെ പേരുകാരനില്ല ഹാഷ്മി. ഞാൻ വിശദീകരിച്ചത് അതാണ്. അതായത് മുഖ്യമന്ത്രി തർക്കം നടക്കുമ്പോൾ അന്ന് KC വേണുഗോപാലിനായി ശക്തിയുക്തം വാദിച്ചത് ബെന്നി ബെഹനാനായിരുന്നു. അതായത് A ഗ്രൂപ്പിന്റെ പിന്തുണ അന്ന് KC വേണുഗോപാൽ ഉറപ്പ് വരുത്തിയിരുന്നു. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ബെന്നി ബെഹനാൻ വരുമായിരുന്നു. പക്ഷേ സ്ഥിതി മറ്റൊന്നായി. VD സതീശനാണ് മുഖ്യമന്ത്രിയായി എത്തിയത്. VD സതീശനാണ്. സ്വാഭാവികമായി ഇപ്പോൾ A ഗ്രൂപ്പ് വിഭാഗം മുന്നോട്ട് വെക്കുന്നവർ ബെന്നി ബെഹനാനാണ്. പക്ഷേ KC വിഭാഗം തങ്ങളുടെ നേതാവിനെ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്യു കുഴൽനാടൻ MLA ആണ് ആ പേരുകാരൻ. മാത്യു കുഴൽനാടനെയാണ് KC വിഭാഗം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ അതേസമയം തന്നെ മാത്യു കുഴൽനാടൻ MLA ആണ്. MLA മാരെയും MP മാരെയും ഈ പദത്തിലേക്ക് KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കരുത് എന്നാണ് മുതിർന്ന നേതാവും ഒപ്പം ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിരിക്കുന്ന നിർദ്ദേശം. അലക്സ് രാമമുതാണ് ആ വാർത്തയോട് വിവരങ്ങൾ നൽകിയത്. 3 പേരാണ്. 3 പേരും മുതിർന്ന നേതാക്കളാണ്. 3 പേരും പരിചയസമ്പന്നരായ നേതാക്കളാണ്. 3 പേരിൽ ഒരാൾ KPCC അധ്യക്ഷനായി വരും. പക്ഷേ അത് ആര് എന്നാണ് ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.